കർണാടകയിലും കേരളത്തിലും കോൺഗ്രസ് ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കർണാടകയിൽ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് സൗജന്യമായി കർണാടകയിലെ KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യാം എന്നൊരു സൗജന്യമായ ഒരു വാഗ്ദാനം, അങ്ങനെ ഒരു വാഗ്ദാനമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നൽകിയത്. കൂടാതെ കേരളത്തിലേക്ക് വരുമ്പോൾ UDF കേരളത്തിൽ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യമായ ഒരു യാത്ര ചെയ്യാമെന്നൊരു വാഗ്ദാനം വെച്ചിരുന്നു. കർണാടകയിൽ കോൺഗ്രസ് വിജയിച്ചു. അങ്ങനെ അവിടെ അവർ ആ പദ്ധതി നടപ്പിലാക്കി. ആ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ അവർ പേരിട്ടത് ശക്തി എന്നാണ് ആ പദ്ധതിക്ക് പേരിട്ടത്. കേരളത്തിൽ വന്നപ്പോൾ പ്രിയ ദർശിനി എന്നാണ് ആ പദ്ധതിക്ക് VD സതീശൻ സർക്കാർ ഒരു പേരിട്ടത്. എന്തുകൊണ്ടാണ് കർണാടകയും കോൺഗ്രസിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിലൂടെയായിരിക്കും കാര്യം മനസ്സിലാവുന്നത്. കാരണം കർണാടകയിൽ ഇപ്പോൾ KSRTC, അതായത് കർണാടക KSRTC ഇപ്പോൾ മൂക്കുകൊണ്ട് ഇക്ഷ വരയ്ക്കുകയാണ്. കാരണം KSRTCയുടെ നട്ടല് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കാരണം കോൺഗ്രസ് സർക്കാർ അവിടുത്തെ സ്ത്രീകൾക്ക് സൗജന്യമായി ബസ്സുകളിൽ യാത്ര അനുവദിച്ചതോടെ കർണാടക KSRTCക്ക് ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അവർ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ KSRTC തന്നെ പറയുന്നുണ്ട്, ഈ ശക്തി പദ്ധതി നടപ്പിലാക്കിയതോടെ കർണാടകയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന ശക്തി പദ്ധതി നടപ്പിലാക്കിയതോടെ കർണാടക ബസ്സുകളിൽ ഈ യാത്ര ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. നേരത്തെ, അതായത് ഈ പദ്ധതി കൊണ്ടുവരുന്നതിന് മുമ്പേ ഒരു 46% പുരുഷന്മാർ കർണാടക KSRTC ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞ് ഒരു 35-34% യാത്ര നടത്തുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ KSRTC പറയുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത്, അതായത് കർണാടകയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുന്നതിന് മുമ്പ് വലിയ രീതിയിലുള്ള ആണുങ്ങൾ, അതായത് പുരുഷന്മാർ ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്നു. പക്ഷേ ഈ പദ്ധതി കൊണ്ടുവന്നതോടുകൂടി അവിടെ പുരുഷന്മാരുടെ ഒരു എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു കുറവുണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ കർണാടകയിൽ സ്ത്രീകൾക്ക് മാത്രമല്ല സർക്കാർ ബസ്സുകളിൽ സൗജന്യമായ യാത്ര, വിദ്യാർത്ഥികൾക്കും സൗജന്യമായ ഒരു യാത്ര നൽകുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് 10 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് ഒരു വർഷം സൗജന്യമായി, അതായത് അവർക്ക് യാത്ര ചെയ്യുന്നത്. ഈ സർക്കാർ ഇപ്പോൾ ഈ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ കണക്ക് നോക്കുമ്പോൾ ഒരു വർഷം ഈ 10 ലക്ഷം വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയിലൂടെ സർക്കാരിന് നഷ്ടമാകുന്നത് 1700 കോടിയാണ് KSRTCക്ക് നഷ്ടമാകുന്നത്. ഈ 1700 കോടി രൂപയും കൂടെ വേണം എന്നതാണ് അവർ പറയുന്നത്. കൂടാതെ നേരത്തെയുള്ള കടബാധ്യതയ്ക്കൊപ്പം ഈ വലിയ ബാധ്യതയും കൂടി ഇപ്പോൾ സർക്കാരിന്റെ തലയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത്. കൂടാതെ 873 കോടി രൂപയുടെ ഒരു പാക്കേജ് അടിയന്തരമായി വേണം എന്നതാണ് പറയുന്നത്. കൂടാതെ ഈ ഡീസൽ എണ്ണത്തിലും പെട്രോളിയം എണ്ണത്തിലും ഒക്കെ ആയിട്ട് വേണം എന്നതാണ് പറയുന്നത്. അതായത് കർണാടക KSRTC ഇപ്പോൾ പറയുന്നത് 1 രൂപ പോലും ഇപ്പോൾ എടുക്കാനുള്ള ഒരു പൈസ നമ്മുടെ കയ്യിലില്ല. കർണാടക KSRTCക്ക് സ്വാഭാവികമായി കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ട്. പക്ഷെ ആ കടം വീട്ടണം. അതോടൊപ്പം കൂടി തന്നെ സൗജന്യ യാത്രയിൽ പോകുമ്പോൾ KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാനും ഒന്നും ഒരു തരത്തിലുമുള്ള പണം ഇപ്പോൾ ഇല്ല എന്നാണ് കർണാടക KSRTC ഇപ്പോൾ മുഖ്യമന്ത്രി DK ശിവകുമാറിനോട് നൽകിയ റിപ്പോർട്ടിൽ കർണാടക KSRTC ഇപ്പോൾ പറയുന്നത്. കൂടാതെ നേരത്തെയുള്ള കടബാധ്യതയ്ക്കൊപ്പം ഈ ബാധ്യത കൂടി വരുന്നതോടെ നടുവൊടിയുന്ന അവസ്ഥയിലാണ് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇപ്പോൾ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ 5173 കോടി രൂപ കൂടി വേണമെന്നാണ് കർണാടക KSRTC ഇപ്പോൾ പറയുന്നത്. കൂടാതെ ഈ വേതനം കൂട്ടിയ വകയിൽ തന്നെ 873 കോടി രൂപയും ഡീസൽ ചാർജ് വർധന ഇനത്തിൽ 3095 കോടിയും അധിക ബാധ്യതയായി വരുന്നതായി കോർപ്പറേഷന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ജീവനക്കാരുടെ കുടിശ്ശിക ഇനത്തിൽ നൽകാനായിട്ട് 821 കോടി രൂപ വേറെ വേണം. ഇതിനൊപ്പം ബസ് ചാർജ് വർദ്ധിപ്പിക്കുക കൂടി ചെയ്താലേ ഇനി മുന്നോട്ട് പോകാനാകൂ എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഈ ആവശ്യം പരിഗണിക്കുമ്പോൾ തന്നെയാണ് ശക്തി പദ്ധതിയിലും സർക്കാർ ഒരു അഴിച്ചുപണിക്ക് ഒരു നിർണായകമായ ഒരു നീക്കം നടത്തുന്നത്. അതായത് കർണാടകയിൽ ഈ പുറത്തു നിന്ന്, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് അവിടെ കർണാടക KSRTCയിൽ സൗജന്യമായ യാത്രയാണ് കർണാടക KSRTC നൽകിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ആ സേവനങ്ങളെല്ലാം തന്നെ നിർത്തിക്കൊണ്ട് കർണാടകയിൽ അവിടത്തെ താമസിക്കുന്ന സ്ത്രീകൾക്ക് മാത്രം ഇനിയിപ്പോൾ സൗജന്യ യാത്ര കൊടുത്താൽ മതി എന്ന രീതിയിലാണ് എത്തുന്നത്. അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നവരായിരുന്നാലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരായാലോ അല്ലെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നടക്കം വരുന്നവരായാലോ ആ സ്ത്രീകൾക്ക് കർണാടകയിലെ KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ ആധാർ കാർഡ് കാണിച്ചാൽ അവർക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടും. പക്ഷേ ഇനിയിപ്പോൾ അത് മാറ്റിക്കൊണ്ട് ശക്തി കാർഡ് എന്ന ഒരു കാർഡ് ഇപ്പോൾ KSRTC പുറത്തിറക്കുന്നു. ആ കാർഡിൽ കർണാടകയിലെ താമസിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമായിരിക്കും ഇനി ആ കാർഡ് നൽകാൻ പോകുന്നത്. ആ കാർഡ് ബസ്സിൽ കാണിച്ചാൽ മാത്രമേ ഇനി സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര ലഭിക്കുകയുള്ളൂ. ആ കാർഡ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീകൾ സാധാരണഗതിയിൽ ടിക്കറ്റ് എടുത്ത് തന്നെ, അതായത് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് തന്നെ യാത്ര ചെയ്യണം എന്നുള്ള ഒരു അഴിച്ചുപണിക്കാണ് ഇപ്പോൾ കർണാടക KSRTC ഒരു നീക്കം നടത്താൻ പോകുന്നത്. കൂടാതെ ഈ കാർഡ്
ഉൾപ്പെടെ പുറത്തു നിന്ന ഒരാൾക്കും ദുരുപയോഗം ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ചില ക്രമങ്ങൾ, ചില സാങ്കേതിക ക്രമങ്ങൾ അതിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്നാണ് കർണാടക KSRTC ഇപ്പോൾ പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ സൗജന്യ യാത്ര കന്നഡക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താനും ഇതിനായി ഒരു സ്മാർട്ട് കാർഡ് തന്നെ പുറത്തിറക്കാനാണ് നീക്കം. ഈ തുക കൂടി കിട്ടിയാലും പിടിച്ചു നിൽക്കാനാകില്ല എന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. കൂടാതെ 4 കോർപ്പറേഷനുകളുടെയും നിലവിലെ നഷ്ടം 6000 കോടി രൂപയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കർണാടക KSRTC അനുഭവിക്കുന്ന അതേ ഒരു അനുഭവമായിരിക്കും ഇനി ഒരു കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ KSRTCക്കും വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജൂൺ 15-ാം തീയതി തുടങ്ങിയ KSRTC നമ്മുടെ കേരളത്തിലെ പ്രിയദർശിനി സൗജന്യ യാത്ര അടുത്ത മാസം 15-ാം തീയതി കൂടി ആകുമ്പോഴേ എത്ര കോടി രൂപ നഷ്ടം നമുക്ക് KSRTCക്ക് ഉണ്ടായി എന്നൊരു വിലയിരുത്തലിലേക്ക് KSRTC മാനേജ്മെന്റിന് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിൽ KSRTCയെ സംബന്ധിച്ചിടത്തോളം അതിന് നഷ്ടം വരും. കൂടാതെ സർക്കാരിന് മാസം ഒരു 8000 കോടി രൂപയെങ്കിലും മിനിമം KSRTCക്ക് കൊടുക്കേണ്ടി വരും. കാരണം KSRTC എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ കടങ്ങളെല്ലാം വാങ്ങിച്ച് ബാങ്കുകളിൽ നിന്ന് ബോണ്ടും സഹിതം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ സർക്കാരിന് കിട്ടുന്ന ഒന്നത് VD സതീശൻ സർക്കാരിന് വരുമാനം ഖജനാവിലേക്ക് എത്തുന്നില്ല. പൈസ പുറത്തേക്ക് പോകുന്നു എന്നല്ലാതെ അതിന്റെ ഇരട്ടിയോ അല്ലെങ്കിൽ ആ പോകുന്ന പണം തിരിച്ചതേപോലെ ഖജനാവിലേക്ക് വരുന്നില്ല. അപ്പോൾ സർക്കാരിന് ഇരട്ടി തുക KSRTCക്ക് നൽകേണ്ടി വരുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അധിക ബാധ്യതയായി മാറുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനി എന്ത് എന്ന രീതിയിലാണ് ഇനിയിപ്പോൾ KSRTCകൾ ഒന്ന് ചിന്തിക്കാൻ പോകുന്നത്, കേരളം ആയിരുന്നാലും അതോടൊപ്പം തന്നെ കർണാടകയുമായിരുന്നാലും.